ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാനാണെങ്കിൽ എൻ്റെ മക്കളെയും കൊണ്ട് വൈകുന്നേരത്ത് നദിക്കരയിൽ പോകും, നമ്മുടെ ഗംഗാ നദിക്കരയിൽ. അപ്പോൾ അവിടെ പോയപ്പോൾ എടുത്ത വീഡിയോ ആണിത്. അവിടെ ഒരുപാട് ചെറിയ ക്ഷേത്രങ്ങളുണ്ട്, ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ. അവിടെ കുറച്ച് ഗാർഡനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കണ്ട കാഴ്ചകളും പിള്ളേരുടെ കളിയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കൂട്ടുകാരെ, ഇത് ഗംഗാ നദി തീരമാണ്. ഈ ഗംഗാ നദി തീരത്ത് ഫുള്ളായിട്ട് ഉരുണ്ട പാറ കല്ലുകളാണ് ഉള്ളത്, ഫുള്ളായിട്ട്. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ഈ നദിക്കരയുടെ തീരത്ത് വെച്ചാണ് മരിച്ച ആൾക്കാരെ സംസ്കരിക്കുന്നത്. അവർ ഇതിൻ്റെ നദിക്കരയിൽ വെച്ച് സംസ്കരിച്ചിട്ട് ആ നദിയിൽ തന്നെ അങ്ങ് ഒഴുക്കി വിടുന്നതാണ് പതിവ്. അപ്പോൾ അത് എവിടെയാണ് നടക്കുന്നത്. ഫ്രണ്ട്സ്, ഇവിടെ ആണെങ്കിൽ ഒരു ആശ്രമമുണ്ട്. ആശ്രമത്തിൽ സന്യാസിമാരും സന്യാസിനിമാരും ഒക്കെ ഉള്ളൊരു ആശ്രമമാണ്. ആ ആശ്രമത്തിൽ പിന്നെ പശുക്കളെയും വളർത്തുന്നുണ്ട്. അപ്പോൾ ആ ആശ്രമമാണ് ഈ കാണുന്ന റെഡ് കളറിലുള്ളതാണ് ആശ്രമം. തൊട്ട് താഴെ ഉള്ളതാണ് പശുക്കളെ വളർത്തുന്ന സ്ഥലം. ഇവിടെ പലതരത്തിലുള്ള പശുക്കളുണ്ട്. അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇവിടുത്തെ ഉത്തരാഖണ്ഡിലെ ആൾക്കാർ മാക്സിമം എല്ലാവരും വെജിറ്റേറിയൻസ് ആണ്. അവർ മീറ്റൊന്നും ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ പശുക്കളെ പൂജകളും കർമ്മങ്ങളും നടത്തിയാണ് അവിടെ അവർ വളർത്തുന്നത്.
കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.